വാഗമൺ പോലീസ് സ്റ്റേഷന് അത്യാധുനിക കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. വൈദ്യുതിയും വെള്ളവും ലഭിച്ചാൽ പോലീസ് സ്റ്റേഷൻ പുതുമോടിയിൽ പ്രവർത്തിക്കും. വാഗമൺ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച് 9 വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസ് സേനയ്ക്ക് സ്വന്തമായി കെട്ടിടമാകുന്നത്. ഉപ്പുതറ പീരുമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രം. ഇവിടെ കുറ്റകൃത്യങ്ങൾ കൂടിയ സാഹചര്യത്തിൽ വാഗമൺ കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ എന്നീ ആവശ്യം ഉയർന്നു. അന്നത്തെ MLA ആയിരുന്ന ES ബിജിമോൾ നിയമസഭയിൽ പ്രശ്നം ഉന്നയിച്ചു. അങ്ങനെ വാഗമണിൽ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചു. അനിത ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാഗമണിലെ കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത്. 2014 ഫെബ്രുവരി 21 അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്. പോലീസുകാരുടെ ദുരവസ്ഥ കണ്ട് ES ബിജിമോൾ പുതിയ സ്റ്റേഷനായി പ്രവർത്തനം ആരംഭിച്ചു. റവന്യൂ വകുപ്പിൽ നിന്ന് അരയേക്കർ സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറാൻ ES ബിജിമോൾ ശ്രമം ആരംഭിച്ചു. സ്ഥലം ലഭ്യമായതോടെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നടപടി സ്വീകരിപ്പിച്ചു. തുടർന്ന് ഫണ്ടിന് ശ്രമം ആരംഭിക്കുകയും ചെയ്തു. 1.25 കോടി രൂപ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ അനുവദിക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷന്റെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയും വാട്ടർ കണക്ഷൻ ഇത് രണ്ടും പഞ്ചായത്തിന്റെ നമ്പർ കിട്ടുന്നതോടുകൂടി അത് പൂർത്തിയാകും. പിന്നെ അങ്ങോട്ട് കയറി പോകാനുള്ള റോഡിന്റെ നിർമ്മാണമുണ്ട്, അതും താമസിയാതെ പൂർത്തിയാകും. ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും ആധുനിക പോലീസ് സ്റ്റേഷനുകൾ നിർമ്മിക്കുക എന്ന സർക്കാരിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഈ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ പോലീസ് സ്റ്റേഷൻ്റെ വ്യവസ്ഥ തന്നെ വാടക കെട്ടിടമാണ്, പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിലാണ്. നാട്ടുകാരുടെ ഏറെ കാലത്തെ ഒരാവശ്യമായിരുന്നു വാഗമൺ കേന്ദ്രീകരിച്ചൊരു പോലീസ് സ്റ്റേഷൻ വരണമെന്നുള്ളത്. സംസ്ഥാനത്തെ ഏറ്റവും ആധുനിക സ്റ്റേഷനായാണ് കെട്ടിടം ഉയർന്നിരിക്കുന്നത്. 3 നിലകളിലായി ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയാണ് പൂർത്തിയായത്. കെട്ടിടം പണി പൂർത്തിയായെങ്കിലും ഉദ്ഘാടനത്തിന് കടമ്പകൾ ഇനിയുമുണ്ട്. പഞ്ചായത്ത് നമ്പർ വേണം, വൈദ്യുതി കണക്ഷനും വാട്ടർ കണക്ഷനും വേണം. ഇതുകൂടി കഴിഞ്ഞാൽ സ്റ്റേഷൻ പൂർണ്ണ തോതിലാവും. നമ്പർ ഇടുന്ന നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്. 3 മാസത്തിനുള്ളിൽ ആധുനിക സ്റ്റേഷന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് നാട്ടുകാരുടെയും അധികൃതരുടെയും പ്രതീക്ഷ. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.